ഗുരുഭ്യോ നമഃ. നമ്മുടെ ഇന്നത്തെ തിരുവാതിരക്കൈ ക്ലാസ് കാണാൻ നമുക്ക് ഇന്ന് ഒരൊറ്റ സ്റ്റെപ്പ് എടുത്തുള്ളൂ. കുമ്മിയുടെ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുമ്മിയുടെ തന്നെ ഒരു സ്റ്റെപ്പ് എടുക്കുന്നുള്ളൂ. കണ്ടു നോക്കൂ നിങ്ങൾ. നമുക്ക് ഇന്നൊരു പുതിയ സ്റ്റെപ്പ് തുടങ്ങാം അല്ലേ? പഠിച്ചെടുക്കാം. നമ്മളന്ന് പകുതി നിർത്തി വെച്ചിരിക്കുകയാണ്. കുമ്മിയുടെ പകുതിയല്ല, കുമ്മിയുടെ ഒരു 2 സ്റ്റെപ്പ് എടുത്തിട്ടുള്ളൂ. ഇന്ന് ബാക്കി കുറച്ചും കൂടെ ഉണ്ട്, അത് നമുക്ക് എടുക്കാം. നമുക്ക് തുടങ്ങാം. നമസ്കാരം. നമസ്കാരം. കുഴപ്പമില്ല, ചെറു. ശരി, നമുക്ക് പുതിയ സ്റ്റെപ്പ് പഠിക്കാം. സിമ്പിൾ സ്റ്റെപ്പാണ്. അതുപോലെ നേരത്തെ പഠിച്ചിട്ടുള്ള സ്റ്റെപ്പൊക്കെ തന്നെ അങ്ങോട്ടും ചെറിയ ചെറിയ മാറ്റം വരുന്നതേ ഉള്ളൂ. നമുക്ക് അങ്ങോട്ട് ചെയ്യാം. 1 2 1 2 1 2 1 2 3. അങ്ങോട്ട് 1 2 1 2 1 2 1 2 3. നമ്മളെപ്പോഴും സ്റ്റെപ്പ് പഠിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ചിരിച്ചുകൊണ്ടേ ചെയ്യാൻ പാടുള്ളൂ. നിർബന്ധമായിട്ട് നമ്മൾ സ്റ്റെപ്പ് പഠിക്കുമ്പോൾ തൊട്ടേ നമ്മൾ അങ്ങനെ ചിരിച്ച് ചെയ്തില്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു സ്റ്റേജ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേജ് ചെയ്യാം എന്ന് തോന്നിയാൽ ചിരി വരില്ല. കാരണം നമ്മൾ പഠിച്ചതേ വരുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കുമ്പോൾ തൊട്ട് ചിരിക്കണം. ഞാൻ നേരത്തെ തൊട്ട് പറയാനാണ് ചിരിക്കണമെന്ന്. ഒരു ടെൻഷനും ആവശ്യമില്ല. എന്തിനാണ് ടെൻഷൻ? നമ്മൾ കോമ്പറ്റീഷൻ ഒന്നും പോണതല്ല അല്ലേ? ടെൻഷനേ വേണ്ട. അപ്പോൾ ഒന്ന് ചിരിച്ച് ചെയ്യാം നമുക്ക്. നോക്കട്ടെ. 1 2 1 2 1 2 1 2 3. 1 2 1 2 1 2 1 2 3. നന്നായിട്ട് മനസ്സിലായല്ലേ അല്ലേ? അടുത്തെടുക്കാം. ചെയ്ത് പോകണം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പൊ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് വരണം. അതുപോലെ തമ്മിൽ പ്രസ് ചെയ്യണം. ഞാനിപ്പോൾ അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് വന്നേക്കണേ. 1 2. ഇനി നമ്മുടെ വലത്തോട്ട് തന്നെ ചെയ്യണം. 1 2 1 2 1 2 1 2 3. വീണ്ടും ലെഫ്റ്റ്. 1 2 1 2 1 2 1 2 3. വീണ്ടും നമുക്ക് നമ്മുടെ സ്ഥലത്ത് കൊണ്ടേ തിരിച്ച് പോവാം. 1 2 വീണ്ടും വലത്തോട്ട്. 1 2 1 2 1 2 1 2 3 1 2 1 2 അവിടെ തന്നെ മതി. രണ്ടാമത്തെ അവിടെ തന്നെ മതി. ഈ ക്രോസ് ചെയ്യണ്ട. അതേ സ്റ്റെപ്പ് ചെയ്യണമെന്നേ ഉള്ളൂ. നമ്മുടെ സ്ഥലത്ത് വന്നു. അപ്പൊ പിന്നെ അവിടെ നിന്ന് ചെയ്താൽ മതി. അത്രേ ഉള്ളൂ. ഒന്നുകൂടെ നോക്കാം നമുക്കത്. ശരി, കുറച്ചുകൂടെ തിരിഞ്ഞു നോക്കട്ടെ. ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കണം. ഇങ്ങോട്ട് റെഡി ആണല്ലോ. ഫസ്റ്റാണ് നമ്മൾ ആദ്യത്തെയാണ് ചെയ്യാൻ പോണത്. റെഡി. 1 2 വലത്തോട്ടാണ്. ഇല്ലല്ല, നമ്മൾ ആദ്യം ചെയ്യാൻ പോണേ ഉള്ളൂ. വലത്തോട്ടാണ് ആദ്യം, പിന്നെ ഇടത്തോട്ട്, പിന്നെ ക്രോസ് ചെയ്യുള്ളൂ. ഓക്കെ. 1 2 1 2 1 2 1 2 3. ഇനി ലെഫ്റ്റിലോട്ട്. 1 2 1 2 1 2 1 2 3. ഇത് നമ്മൾ ക്രോസ് ചെയ്യാൻ പോവാണ്. 1 2 തിരിച്ചങ്ങോട്ട് പുറത്തോട്ട്. 1 2 1 ക്രോസ് ചെയ്തിട്ട് അതെ ക്രോസ് ചെയ്ത് പുറത്തോട്ട് ചെയ്യണം. ഞാൻ വലത്തോട്ടാണ്. എല്ലാരും വലത്തോട്ടാണ് ചെയ്യേണ്ടത്. അല്ല, അപ്പൊ പുള്ളിക്കാരി മറിഞ്ഞു. പുള്ളിക്കാരുടെ മുമ്പിൽ നിന്ന് വന്നു. അപ്പൊ ഇങ്ങോട്ട് മാറണം. നമ്മൾ വലത്തോട്ട് മാറണം കേട്ടോ. ഒന്നുകൂടെ ചെയ്യാം. ക്രോസ് ചെയ്ത് കുഴപ്പമില്ല. അങ്ങനെയൊക്കെ പറ്റില്ല. നമ്മൾ പഠിക്കാൻ തുടങ്ങണല്ലേ ഉള്ളൂ. നമ്മൾ ക്രോസ് ചെയ്തിട്ട് വീണ്ടും വലത്തോട്ടാണ് ചെയ്യേണ്ടത്. നമ്മൾ ക്രോസ് ചെയ്തിട്ട് വലത്തോട്ട് ചെയ്തിട്ട് തിരിച്ചു ഇങ്ങോട്ട് വരണ്ട. അവിടെ തന്നെ നിന്ന് ചെയ്യണം. ആദ്യത്തെ പോലെ ചെയ്യണം. ആദ്യം വലത്ത്, ഇടത്ത്, വലത്ത്, പിന്നെ ക്രോസ് ചെയ്ത് നമ്മൾ തിരിച്ച് നമ്മുടെ സ്ഥലത്ത് വരും. മനസ്സിലായല്ലോ? ഒന്നുകൂടെ ചെയ്യാം നമുക്ക്. നമ്മളിപ്പോ ക്രോസ് ചെയ്യാൻ പോവാണ്. ക്രോസ് ചെയ്തോളൂ. 1 2. ഇനി വലത്തോട്ട് 1 വലത്തോട്ട്. റൈറ്റ് സൈഡ് ഏതാ? നമ്മുടെ റൈറ്റ് സൈഡ്. അങ്ങോട്ട് വേണം. കുട്ടി അങ്ങോട്ട് പോകണം. അത് കുഴപ്പമില്ല. ആരും ഒരു ടെൻഷന്റെ ആവശ്യമില്ല. നമ്മൾ കോമ്പറ്റീഷന് പോണില്ലപ്പാ. ചെയ്യാം. വലത്തോട്ട് നമ്മൾ ക്രോസ് ചെയ്യാൻ. സോറി, അപ്പൊ എനിക്കാണ് കുഴപ്പമില്ല. നമ്മൾ ക്രോസ് ചെയ്യാൻ പോവാണ്. ശരി. 1 2. ഇനി വലത്തോട്ടാണ്, ഇങ്ങോട്ടാണ്. 1 2 ഇടത്തോട്ട്. 1 2 വലത്തോട്ട്. 1 2 1 2 3. ലെഫ്റ്റാണ്. 1 2 1 2 1 2 1 2 3.
ഇനി നമ്മൾ തിരിച്ച് വീണ്ടും നമ്മള് തിരിച്ചു വരണം. അപ്പൊ എങ്ങനെ വരും നമ്മള്? 1 2. ഇത് നമ്മൾ വീണ്ടും വലത്തോട്ട് തന്നെയാണ്. വലത്തോട്ട് 1 2 വീണ്ടും എടുത്തോട്ട് 1 2 വലത്തോട്ട് 1 2 1 2 വീണ്ടും എടുത്തോട്ട് 1 2 1 2 1 2 1 2 3. ഇനി ഡൗട്ട് ഇല്ല, സംശയമില്ല, വലത്തോട്ട് തന്നെയാണ്. അപ്പൊ നമുക്കിനി ഇതൊന്നും കൂടെ ആദ്യം തൊട്ട് എടുക്കാം. ഓക്കെ, ശരി. വലത്തോട്ടാണ് ആദ്യം. 1 2 1 2 1 2 1 2 3. ലെഫ്റ്റ് 1 2 1 2 1 2 ലെഫ്റ്റ് 1 2 3. നമ്മൾ ക്രോസ് ചെയ്യാണ്. 1 2 ഇനി വീണ്ടും വലത്തോട്ടാണ്. 1 2 1 2 1 2 1 2 ലെഫ്റ്റ് 1 2 1 2 1 2 1 2 ക്രോസ് ചെയ്ത് തിരിച്ചോട്ടെ. 1 2 വീണ്ടും വലത്തോട്ട് 1 2 1 2 1 2 1 2 3 ലെഫ്റ്റ് 1 2 1 2 1 2 1 2 3. നന്നായിട്ട് മനസ്സിലായോ? നന്നായിട്ട് മനസ്സിലായി. ഇനി നമുക്ക് ഇതിന്റെ പാട്ട് എന്ന് വെച്ചിട്ട് കൈ വെച്ചിട്ട് നമുക്കൊന്ന് ചെയ്തു നോക്കാം. കൈ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം വലത് കാലാണ് കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ കൈ ഇവിടെ ഇടത് സൈഡിലോട്ട് കൊണ്ടുവരണം. ഇടത് സൈഡ് ഇങ്ങനെ തിരിയണ്ട, നമ്മൾ നേരെ എന്നിട്ട് തന്നെ അപ്പൊ ചെയ്യണ്ട. ആർക്കും അറിയില്ലല്ലോ, ഞാൻ പറഞ്ഞു തരാം. അപ്പൊ 1 2 കണ്ട. ഇനി 1 2 തിരിച്ചു പോയി 1 2 ഇവിടെ വന്നിനി 1 2 3 അടുത്ത് നിൽക്കുന്ന ആൾക്ക് കൈ കൊടുക്കും. ഇത് തിരിച്ചവിടെ നിന്ന് നമ്മള് വലത്തുനിന്ന് ഇടത്തോട്ടാണ് എനിക്ക് പോകേണ്ടത്. അപ്പൊ 1 1 2 1 2 1 2 1 2 3. മനസ്സിലായോ? അടുത്ത് നിൽക്കുന്ന ആരാണ് അവർക്ക് കൊടുക്കണം. സംശയമുണ്ടോ? ഒന്ന് ചെയ്ത് നോക്കാം. എന്നിട്ട് ചെയ്യാം. റെഡി? നമ്മൾ ആദ്യം കൈ എവിടെ വയ്ക്കും? നമ്മളെ വലത് കാലാണ് നമ്മൾ എടുക്കേണ്ടത് അല്ലേ? അപ്പൊ നമ്മുടെ കൈ ഓപ്പോസിറ്റ് സൈഡിലോട്ടാണ് പിടിക്കേണ്ടത്. ഓക്കെ, റെഡി ആണല്ലോ? കുറച്ച് പുറകോട്ട് നീക്കുന്നു. ചെയ്യാം. റെഡി? 1 2 1 2 1 2 1 2 3. ഇനി നമ്മൾ തിരിച്ചാണ് പോകേണ്ടത്. 1 2 1 2 1 2 അവിടെ 1 2 3. മനസ്സിലായോ? നന്നായിട്ട് മനസ്സിലായോ? അതിനൊക്കെ ചവിട്ടിയില്ലേ? ചവിട്ടണം. അപ്പൊ നമുക്ക് ചെയ്യാം. 1 2 1 2 1 2 1 2 3. ഇനി അങ്ങോട്ടാണ് ഇവിടുന്ന് കൈ 1 2 1 2 1 2 1 2 3. മനസ്സിലായോ? സംശയമില്ല. ഇനി നമുക്കൊന്ന് ക്രോസ് ചെയ്ത് പോവാം. അങ്ങോട്ടും ഇങ്ങോട്ട് ക്രോസ് ചെയ്യാം. നമുക്ക് അത് കാണിച്ചു തരാം. അപ്പൊ നമ്മൾ ഇവിടെ അവിടെ തന്നെ നിന്നോ. അപ്പൊ നമ്മൾ അങ്ങോട്ടാണ് ചെയ്യണമെങ്കിൽ നമ്മൾ ക്രോസ് ചെയ്ത് പഠിച്ചല്ലോ, സ്റ്റെപ്പ് പഠിച്ചില്ല. അത് തന്നെയാണ്. കൈ മാത്രം അത് തന്നെ. കൈക്ക് മാറ്റമില്ലല്ലോ. കൈ 1 2 തിരിച്ച് 1 2 വീണ്ടും വെറുതെ എടുക്കണം. 1 2 എടുത്തിട്ടണം. പിന്നെ 1 2 3. മനസ്സിലായില്ലേ? നോക്കാം നമുക്ക് അല്ലേ? ശരി. 1 2 അടുത്തോട്ടാണ്. 1 2 അടുത്തോട്ട് 1 2 1 2 3. ഇനി നമ്മൾ അടുത്തോട്ട് ചെയ്യുന്നു. അപ്പൊ 1 2 1 2 1 2 1 2 3. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. ചെറിയ സ്റ്റെപ്പാണ്. 1 2 അടുത്തോട്ടാണ്. 1 2 അടുത്തോട്ട് 1 2 1 2 3. ഇനി നമ്മൾ അടുത്തോട്ട് ചെയ്യുന്നു. അപ്പൊ 1 2 1 2 1 2 1 2 3. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. ചെറിയ സ്റ്റെപ്പാണ്. 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2
1 2 1 2 3 2 1 2 അടുത്തോട്ട് 1 2 അടുത്തോട്ട് 1 2 1 2 3 1 2 ഇനി വലത്തോട്ട് 1 2 ഇടത്തോട്ട് 1 2 വലത്തോട്ട് 1 2 തമ്മിലടിഞ്ഞ 1 2 3 ഓക്കെ അല്ലേ ശരി പാമ്പിനെ വധിച്ചവളെ വന്നു പോണം പാമ്പിനെ വധിച്ചവളെ പാമ്പിനെ വധിച്ചവളെ കൊണ്ടുപോകേ. നമുക്ക് ഇന്ന് ഇത്രയും മതി. ഓക്കെ, ബാക്കി അടുത്ത ക്ലാസ്സിൽ കാണാം. സ്റ്റെപ്സ് ചവിട്ടുന്നത് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും. വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പാണ്. സിമ്പിളാണെങ്കിലും കുറച്ച് സമയം എടുക്കേണ്ടി വന്നു പഠിക്കാനായിട്ട്. അതിനകത്ത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പെട്ടെന്ന് പഠിക്കാവുന്ന സ്റ്റെപ്സാണ്. നമ്മുടെ ഭൂമിയുടെ ഭാഗം കുറച്ചും കൂടെ ഉണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കിയെടുക്കാം.